ഇന്ന് നമുക്ക് മീൻ അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ദശകട്ടിയായിട്ടുള്ള മീൻ എടുത്തിട്ടുണ്ട്. ഏത് തരം മീൻ വേണമെങ്കിലും, ദശകട്ടിയായിട്ടുള്ള ഏത് മീൻ വേണമെങ്കിലും മീൻ അച്ചാർ ഇടാനായിട്ട് ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആദ്യം എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഞാനിവിടെ കുറച്ച് ഫിഷ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് പൊടികൾ എടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്, അച്ചാർ വേഗം കേടായി പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പി മീനിലേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മീനിലെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീൻ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതിൻ്റെ ഉപ്പും ഈ മുളകെല്ലാം ഈ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഇങ്ങനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഇത്രയുള്ളൊരു പീസ് ഇഞ്ചി. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ നമ്മുടെ മീൻ അരമണിക്കൂറായി ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ മറുവശം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനിൻ്റെ സൈസ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചെറുതാക്കുകയാണെങ്കിൽ ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിനെല്ലാം മറുവശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. തീ കുറച്ച് വെച്ചിട്ട് ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഓയിലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാറും തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചിലപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഞാൻ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ച് എടുക്കാനേ പാടുള്ളൂ, അരിഞ്ഞൊന്നും പോകരുത്. അതും കൂടി ചേർത്ത് തീ കുറച്ച് വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്.
ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് മാറി വന്നാൽ മതി. തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഉലുവാപ്പൊടി. നമ്മൾ ഇവിടെ കടുകോ ഉലുവയോ ഒന്നും താളിച്ചില്ല അച്ചാറുണ്ടാക്കിയപ്പോൾ. പകരം ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവാപ്പൊടിയും 2 ടീസ്പൂൺ. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. പൊടിയുടെ എല്ലാം ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കരുത്, വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. വിനാഗിരിയിൽ കിടന്ന് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഈ ഗ്രേവിയായിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങണം. ചെറിയ തീയിലിട്ട് ഈ ഗ്രേവി ഒന്ന് ഈ മീൻ കഷ്ണങ്ങളുമായിട്ട് ഈ അരപ്പും ഈ പുളിയെല്ലാം, വിനാഗിരിയുടെ പുളിയെല്ലാം ഈ മീനിലേക്ക് നന്നായിട്ട് പിടിക്കണം. എങ്കിലേ നമ്മുടെ മീനച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് തീ കുറച്ച് വെച്ച് ഇതൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം. അപ്പോഴേക്കും നമ്മുടെ മീനച്ചാർ റെഡിയാകും. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണ്ടേ. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇവിടെ. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് വറ്റി വരണം. തീ കുറച്ച് വെച്ച് കുറച്ച് നേരവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പാത്രം അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറുമ്പോൾ ഒരു ഗ്ലാസ് ജാറിലാക്കി നമുക്ക് ഏകദേശം ഒരു 2-3 മാസത്തോളം നമുക്ക് കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. താങ്ക്